കരിക്ക് യൂട്യൂബ് ചാനൽ നിർത്തിയോ? കരിക്ക് എവിടെ പോയി? സോ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രത്തോളമാണ് കേരള ജനതയ്ക്ക് കരിക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ആ ഒരു പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം 6-7 മാസമായിട്ട് കരിക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വന്നിട്ടില്ല. അതായത് അത് കേരളത്തിലെ പ്രേക്ഷകർക്ക് യഥാർത്ഥ കരിക്കും അതുപോലെ തന്നെ ഈ കരിക്കും വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും എവിടെ വീഡിയോ എവിടെ എന്നൊക്കെയുള്ള രീതിയിൽ. +2 സീരീസ് ആണെങ്കിലും തേരാപ്പാര സീരീസ് ഒക്കെ ആണെങ്കിലും വളരെയധികം പ്രേക്ഷക പിന്തുണ കിട്ടിയ എപ്പിസോഡ്സാണ്. വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമും തന്നെയാണ് കരിക്ക് എന്ന് പറയുന്നത്. സോ കരിക്കിൽ ഇപ്പോൾ ലോലനായാലും ജോർജ് എന്ന് പറയുന്ന ആ ഒരു ഓരോ ക്യാരക്ടറിനെ ആയാലും അത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വിഷു സ്പെഷ്യൽ, ഓണം സ്പെഷ്യൽ, ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഏപ്രിൽ ഫൂൾ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് നമുക്ക് ഇപ്പം ഓരോ വലിയ പ്രോഗ്രാം ഇപ്പോൾ വിഷു ഓണം ഒക്കെ വരികയാണെങ്കിൽ അവരുടെ ഒരു കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റിൽ ഒരു വീഡിയോ വരും എന്നുള്ള കാര്യത്തിൽ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ കരിക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇതാക്കി. അപ്പോൾ കണ്ടന്റിൻ്റെ ആ ഒരു എപ്പോഴും കണ്ടന്റ് വരുന്ന ആ ഒരു ഇതിന്ന് മാറി വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ മാത്രം വരാവുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയി. സോ എന്തായാലും ഇപ്പം കരിക്കിൻ്റെതായിട്ട് പുതിയൊരു സീരീസ് വരുന്നുള്ള രീതിയിലാണ് ഇന്നലെ കരിക്കിട്ട പോസ്റ്റ് എന്ന് പറയുന്നത്. സോ വിഷു റിലേറ്റഡ് ആയിട്ട് തന്നെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സോ എന്തായാലും അവരവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെയാണ് ഈ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ എന്തായാലും സംതിങ് ഫിഷി എന്നുള്ള രീതിയിലാണ് ആ ഒരു പോസ്റ്റർ അതിനകത്ത്, അതായത് കരിക്കിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം. സോ അതിൽ നമ്മുടെ ലോലനൊക്കെ ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ്, ജോർജ് കുറച്ചും കൂടി വയസ്സായിട്ടുള്ള ഒരു ഗെറ്റപ്പിലും ഒരു വേട്ടക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഗെറ്റപ്പിലാണ് ജോർജിനെ അവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ശംഭു ഒക്കെ ഉണ്ടായിരുന്നു. ശംഭുവിൻ്റെ ഗെറ്റപ്പും ഒരു ഡോക്ടറുടെ ഒരു ഗെറ്റപ്പ്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഗെറ്റപ്പ് എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്ന രീതിയിലാണ് കൃഷ്ണദാസിൻ്റെ ആ ഒരു ഇത് എന്നുള്ളത്. പിന്നെ കിരൺ ബ്രോ വേറൊരു പോലീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഒരു PC-ൻ്റെ അല്ല ഒരു പോലീസിൻ്റെ ഒരു ലുക്ക് പോലെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ പോലീസ് ആയിരിക്കില്ല കേട്ടോ. സോ ഇതൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഒരു ലോക്കറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് എന്തോ തപ്പുന്ന രീതിയിലാണ്, എന്തോ ഇത് ആ പേര് പോലെ തന്നെ സംതിങ് ഫിഷി. ആ പോസ്റ്ററിലും സംതിങ് ഫിഷി എന്തോ വലുത് വരാനിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. സോ സംതിങ് ഫിഷിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എന്തായാലും കരിക്ക് പഴയ പോലെ അവരുടെ ആ ഒരു ബാക്ക് ടു ബാക്ക് സംഭവങ്ങൾ വരട്ടെ, അടിപൊളി. ഇപ്പോൾ ക്വാളിറ്റി കണ്ടന്റിലേക്ക് വരുമ്പോൾ ആ കണ്ടന്റിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനും ഡബ്ബിങ്ങും ആ ഒരു ക്വാളിറ്റിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ ആണ് ഈ ഒരു ദൈർഘ്യം വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി കരിക്കിനെ പോലുള്ളൊരു ബ്രാൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതാക്കുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താവും ഇങ്ങനെയാണെന്നൊക്കെ. സോ കരിക്ക് പുതിയ വീഡിയോ ഇടാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.